നമ്മുടെ തക്കാളി ചെടികളെല്ലാം തന്നെ വളർന്നതേ പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പൂവായിട്ടുണ്ട്, ചിലതിനകത്ത് കായകളും വന്നു തുടങ്ങി. അപ്പോൾ ഞാനിത് കെട്ടുന്ന വീഡിയോ ഒക്കെ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അത് ലെങ്ത് കൂടിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചുകൂടി അറ്റാച്ച് ചെയ്ത് കെട്ടിക്കൊടുക്കണം. അതുപോലെ തന്നെ ഇത് എവിടെ നിന്നാണ് ഇതിൻ്റെ വിത്തൊക്കെ മേടിച്ചതെന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. ഇതിൻ്റെ വിത്ത് ഞാൻ മേടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. കാരണം നമ്മുടെ പച്ചക്കറി മേടിക്കില്ല. അതിനകത്ത് കിടന്ന തക്കാളി ഞാൻ ഒരു ചെടിച്ചട്ടിക്കകത്തേക്ക് ഇട്ടു. അതിനകത്ത് കുറച്ച് ചെടികൾ കിളിച്ചു വന്നു. അതിനെ ഞാനിങ്ങനെ ചട്ടികളിലാക്കി മാറ്റി നട്ടു. അത്ര മാത്രമാണ് ചെയ്തത് കേട്ടോ. അതുപോലെ തന്നെ ഇത് മഴ നനയുന്നില്ല. ഇപ്പം മഴയുള്ള സമയമാണല്ലോ, മഴ നനയുന്നില്ല. ഇതൊരു ഷെയ്ഡിലായത് കാരണം തന്നെ മഴവെള്ളം ഡയറക്റ്റ് ഇതിൻ്റെ ഉള്ളിൽ വീഴുന്നില്ല കേട്ടോ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഇതിന് ഒരു ചെറിയ ഗുണം ചെയ്തു എന്ന് തോന്നുന്നു, മഴ ഇതിനധികം ഡയറക്റ്റ് കിട്ടാത്തത്. അതുപോലെ തന്നെ വലിയ കീടങ്ങളൊന്നുമില്ല. ഇത് ഇങ്ങനെയാണ് ചെറിയ തക്കാളികൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ആദ്യം ഉണ്ടായ തക്കാളിയാണ്. അത് ഇച്ചിരി ഒരു വലിപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ. അതായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് എന്താണ് വളം കൊടുക്കുന്നതെന്നൊക്കെ. ഇതിനകത്ത് ഞങ്ങൾ ജൈവവളങ്ങൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ചാണകവും അതുപോലെ തന്നെ ചാണകത്തിൻ്റെ സ്ലറി ഉണ്ടല്ലോ, അതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. വേറെ ഒന്നും, അതുപോലെ വീട്ടിലെ കിച്ചൺ വേസ്റ്റ് കൊണ്ടുണ്ടാക്കുന്ന കമ്പോസ്റ്റ്, അതൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വേറെ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.